കൊച്ചിയിലേക്ക് പോയാൽ YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, ഈ മധ്യകേരളത്തിൽ പൊതുവായി പലയിടങ്ങളിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ മധ്യകേരളത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ തീരമേഖലകൾ കേന്ദ്രീകരിച്ചാണ്. അതിപ്പോൾ ഈ കടലാക്രമണം അതിരൂക്ഷമായി മാറുന്ന സാഹചര്യമുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറുന്ന നിലയുണ്ട്. ഒരുപാട് പേരെ ഇതിനോടകം ഒഴിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെല്ലാനത്തെയും അതുപോലെ ഞാറക്കില്ലെയും കണ്ണമാലിയിലെയും ഒക്കെ തീരമേഖലയിലുള്ളവർ ആശങ്കയോടുകൂടി തന്നെ കഴിയുകയാണ്. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അഭിനന്ദ്? റിജിത്ത്, മധ്യകേരളത്തിൽ നിന്ന് എല്ലാ ജില്ലകളിലും ശക്തമായ മഴയാണ് പെയ്തത്. എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ കടലാക്രമണം രൂക്ഷമാണ്. കണ്ണമാലി, ഒപ്പം തന്നെ ചെല്ലാനം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമാകുന്ന സാഹചര്യമുള്ളത്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കുന്ന നിർദ്ദേശവുമുണ്ട്. ഇന്ന് കണ്ണമാലിയിലെയും ഒപ്പം തന്നെ ചെല്ലാനത്തെയും ഇടവനക്കാടെയും ഒക്കെ പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ മനസ്സിലായതാണ് കടൽ വെള്ളം വലിയ രീതിയിൽ തന്നെ വീടുകളിലേക്ക് കയറുകയായിരുന്നു. അവർ ആകപ്പാടെ ഭീതിയിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നിലവിൽ നഗരത്തിൽ മഴയില്ല. നഗരത്തിൽ ഇടവിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എറണാകുളം ജില്ലയുടെ അകത്തെ പ്രദേശങ്ങളായിട്ടുള്ള കാക്കനാട്, കളമശ്ശേരി, തൃക്കാക്കര പ്രദേശങ്ങളിൽ ഇപ്പോൾ മഴ തുടരുകയാണ്. കളമശ്ശേരി ഏതാണ്ട് 4ഓളം വീടുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണെന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ നഗരത്തിൽ ഇപ്പോൾ മഴയില്ല എന്നാണ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ തൃശ്ശൂരിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. വൈദ്യുതി ബന്ധമൊക്കെ തകരാറിലായിട്ടുണ്ട്. കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയത്തും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കോട്ടയം എരുമേലിയിൽ നിന്ന് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഴക്കെടുതി മൂലം. ഒപ്പം തന്നെ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലേക്ക് പോകുന്ന വഴി ചുങ്കം പാലത്തിന് സമീപം ഇന്ന് ഒരു മരം ഒടിഞ്ഞ് വീഴുകയും വാഹനത്തിന് മുകളിലേക്കാണ് മരം ഒടിഞ്ഞ് വീണത്. പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴ ചുങ്കത്ത് നിന്ന് 3 വീടുകളാണ് തകർന്നിട്ടുള്ളത്. കുട്ടനാട് താലൂക്കിലെ എല്ലാ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ഇത് ബാധകമാണ്. ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കിയിൽ നിന്ന് അതിതീവ്ര മഴയാണ് മുന്നറിയിപ്പുള്ളത്. ഇന്ന് രാത്രിയിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കൊച്ചി ധനുഷ്കോടി പാതയിൽ മണ്ണിടിച്ചിൽ മൂലം ഗതാഗതം ഇന്ന് സ്തംഭിച്ചിരുന്നു. പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന നടപടികൾ സ്വീകരിച്ചത്. രാത്രികാല യാത്രകൾക്ക് നിരോധനവും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടിമാലി നഗരത്തിലും വെള്ളം റിപ്പോർട്ടിലാണ് ഇടുക്കി ജില്ലയിൽ. YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് മധ്യകേരളത്തിന്റെ പൊതുവായ വിവരങ്ങൾ പങ്കുവച്ചത്. ഈ മണിക്കൂറിൽ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ട ഒരു ജില്ല ഇടുക്കി ജില്ലയാണ്. വരും മണിക്കൂറുകളിൽ അവിടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. നേരത്തെ തന്നെ അവിടെ അടിമാലിയിലൊക്കെ നഗരത്തിലൊക്കെ വെള്ളം കയറുകയും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുകയും ഒക്കെ ചെയ്യുന്ന നിലയുണ്ടായിരുന്നു. രാത്രി യാത്ര മലയോര മേഖലയിലേക്ക് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ നാളെ ഏതൊക്കെ ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുള്ളത് എന്ന കാര്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ നാളെ 9 ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലകൾ ഇതാണ്: വയനാട്, തൃശൂർ, കാസർഗോഡ്, മലപ്പുറം, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കോട്ടയം ജില്ലകളിലും അതുപോലെ മാഹിയിലും കുട്ടനാട് താലൂക്കിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.